ഹായ് ഡിയർ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. കേക്ക് ഉണ്ടാക്കാൻ അറിയാത്ത ഏതൊരാൾക്കും ഇതുപോലെ ചെയ്താലും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കേക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമുക്കിതെങ്ങനെ റെഡിയാക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്ക് സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് എങ്ങനെ റെഡിയാക്കുന്നത് എന്നുള്ളത് നോക്കാം. വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതുപോലെ ഓറിയോയുടെ ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ബിസ്ക്കറ്റ് വെച്ചിട്ടാണ് നമ്മുടെ കേക്ക് റെഡിയാക്കി എടുക്കുന്നത്. ഇപ്പോൾ ഞാനിവിടെ 35 രൂപയുടെ ഒരു ഓറിയോയുടെ ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും എടുക്കാം, അത് കുഴപ്പമില്ല. അപ്പോൾ ഞാനിപ്പോൾ ഒരു ബിസ്ക്കറ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഒരു 12-13 ബിസ്ക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇത്രയും വലുപ്പത്തിലുള്ള ഒരു കേക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇനി നമുക്കിതുപോലെ മിക്സിയുടെ ജാർ എടുത്തിട്ട് നമ്മുടെ ബിസ്ക്കറ്റ് ഒന്ന് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്കിത് 2 ട്രിപ്പായിട്ടാണ് ഞാനിതിപ്പോൾ പൊടിച്ചെടുക്കുന്നത്. എൻ്റെ മിക്സിയുടെ ജാറ് ചെറുതായതോട്ടാണ്. ഇനി 2 സ്പൂണ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ ഈ ബിസ്ക്കറ്റ് മുഴുവനായിട്ടും അങ്ങ് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ട്രിപ്പ് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ബിസ്ക്കറ്റും കൂടെ ഇതുപോലെ അങ്ങ് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ബിസ്ക്കറ്റ് മുഴുവനായിട്ടും ഇതുപോലെ അങ്ങ് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൊടിച്ചെടുത്തിട്ടുള്ള നമ്മുടെ ബിസ്ക്കറ്റിലേക്ക് ഒരു 1/4 സ്പൂണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നല്ലതുപോലെ തന്നെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നത് പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് പാലെടുത്തേ ഉള്ളൂ. നമ്മൾ കുറച്ച് പാൽ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം എനിക്കിതിലേക്ക് വന്നിട്ടുള്ളത് 1/4 കപ്പ് പാലിൻ്റെ ആവശ്യമേ വന്നിട്ടുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ 1/2 കപ്പ് എടുത്തേ ഉള്ളൂ. അപ്പോൾ ഒരുമിച്ചിട്ട് ഒന്നായിട്ട് പാൽ ഒഴിച്ച് കൊടുക്കരുത്, കുറച്ചാക്കിയിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ഇതുപോലെ 1/2 കപ്പ് പാലെടുത്തതിൽ 1/4 കപ്പേ എനിക്ക് ചിലവായിട്ടുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള പാൽ ഇതിലുണ്ട്. അപ്പം നമുക്കൊരു കേക്കിൻ്റെ ബാറ്ററിൻ്റെ ഇതുവരെ നമ്മളൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പം ഞാനിപ്പോൾ ഇതുപോലെ 6 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിലാണ് നമ്മുടെ കേക്ക് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിതുപോലെ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇപ്പം നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ നമ്മുടെ കേക്ക് ടിന്നിലേക്ക് ഇതുപോലെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലതുപോലെ തന്നെ അങ്ങ് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിതുപോലെ നല്ലതുപോലെ തന്നെ ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഗ്യാസിൽ ഇതുപോലെ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് 10 മിനിറ്റ് മുൻപ് ഞാൻ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ കേക്കിൻ്റെ ടിന്ന് വെച്ച് കൊടുക്കാം. ഈ കേക്ക് പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് വരും. ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിലൊക്കെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ റെഡി ആയിട്ട് വരും. അപ്പോൾ ഇനി നമുക്കിത് കേക്ക് റെഡിയാകുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കേക്കിൻ്റെ ഇതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ കേക്ക് ബേക്കായി വന്നിക്കണോ എന്നുള്ളത് നോക്കാം. ഇനി ഒരു സ്ക്യൂർ വെച്ചിട്ട് നമുക്കൊന്ന് കുത്തി നോക്കാം. ക്ലീൻ ആയിട്ട് വരികയാണെങ്കിൽ നമ്മുടെ കേക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല ക്ലിയർ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമ്മുടെ കേക്ക് ടിൻ ഇതിൽ നിന്ന് മാറ്റിയെടുക്കാം. ഇപ്പം ഞാൻ കേക്ക് ടിന്നിൽ നിന്ന് നമ്മുടെ കേക്കൊക്കെ എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ നല്ലതുപോലെ ചൂടാറിയതിന് ശേഷം വേണം നമ്മൾ കേക്ക് ടിന്നിൽ നിന്ന് കേക്ക് ഇതുപോലെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ കേക്ക് നല്ലതുപോലെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല സോഫ്റ്റാണ്. അപ്പോൾ കേക്ക് ഉണ്ടാക്കാൻ അറിയാത്തവർക്കൊക്കെ കേക്ക് കഴിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതുപോലെ ബിസ്ക്കറ്റ് വെച്ചിട്ട് റെഡിയാക്കി നോക്കിയാൽ മതി. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റാണ്. അത്രയും സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ എല്ലാവർക്കും ഇതുപോലെ ഒന്ന് കേക്കൊക്കെ ഉണ്ടാക്കിയിട്ടൊന്ന് കഴിച്ച് നോക്കുക. കേക്ക് ഉണ്ടാക്കാൻ അറിയാത്തവർക്ക്, കേക്ക് കഴിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ വേറൊരു വീഡിയോസായിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.